പ്രഭാഷകൻ 45 അധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. യാക്കോബിന്റെ സന്തതികളിൽ നിന്നും കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുമനസ്സനായി. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമാനാക്കി. ശത്രുക്കൾക്ക് ഭയ കാരണമാകാത്ത വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സുമനസ്സനാക്കി. അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗ്യമായ ദർശനം അവന് നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനങ്ങളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്ക് ഉള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ, ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയെയും ഇസ്രായേലിനെ തന്റെ നീതിയെയും അഭ്യസിപ്പിക്കേണ്ടത് തന്നെ. എഹറോൻ ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെപ്പോലെ തന്നെ വിശുദ്ധനുമായ എഹറോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും എഫോദും അവന് നൽകി. ആങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ അവിടെ നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്ന ധാരാളം സ്വർണ്ണമണികളും തുന്നിച്ചേർത്തു. സ്വർണ്ണ, നീല, ധ്രുമവർണം കലർന്ന ചിത്രപ്പണങ്ങളോട് കൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറീം, തുമീം എന്നിവയും അണിയിച്ചു. കരവിരുദ്ധത്തോടെ പിന്നിച്ചേർത്ത കടും ചെമപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കുവാൻ സ്വർണ്ണപ്പണിക്കാർ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ, കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണ ഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിൽ ഒരു മുദ്ര എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കലാചാരുതി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലംകൃതവുമാണ്. അവന്റെ കാലത്തിനു മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പൂർണ്ണമായി ദഹിക്കപ്പെടും. മോശ അവനെ ശുദ്ധതൈലം കൊണ്ട് അഭിഷേകിച്ചു നിയോഗിച്ചു. ദൈവത്തിനും ശുശ്രൂഷ ചെയ്യുവാനുള്ള പുരോഹിത ധർമ്മം അനുഷ്ഠിക്കുവാനും അവിടുന്ന് നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കുവാനും വേണ്ടി അവന് അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവ് അവന് ബലിയർപ്പിക്കുകയും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവിക കുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കൊറഫിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്ര